ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെട്രിക് സ്പേസ് ആണല്ലോ. അപ്പോൾ അതിലെ നെക്സ്റ്റ് തിയറം, അതായത് ഒരു മെട്രിക് സ്പേസിൻ്റെ അകത്ത് എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെസുകൾ എടുക്കുക. അത് വേണമെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെസ് ആവാം, അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ഓപ്പൺ സെസ് ആവാം, അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ഓപ്പൺ സെസ് ആവാം. അങ്ങനെ എത്ര വലിയ കളക്ഷൻ ഓഫ് ഓപ്പൺ സെസുകൾ മെട്രിക് സ്പേസിന് എടുത്താലും അതിൻ്റെയൊക്കെ യൂണിയൻ വീണ്ടും ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. അതാണ് റിസൾട്ട്. ഈ റിസൾട്ട് ഒന്ന് വായിച്ച് നോക്കുക. ഫോർ എനി കളക്ഷൻ ജി ആൽഫ എന്നാണ് ഞാൻ പറഞ്ഞത്. ആൽഫ ബിലോങ്സ് ടു ഈ ഇൻഡെക്സ്ഡ് സെറ്റിനെ കുറിച്ചും അതിൻ്റെ യൂണിയനെ കുറിച്ചൊക്കെ അനാലിസിസിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് പോയി കണ്ടിട്ട് ക്ലിയർ ആക്കി വരിക. അപ്പോൾ ഇവിടെ ആൽഫ ബിലോങ്സ് ടു വേർന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആൽഫ വേണമെങ്കിൽ എവിടെ നിന്ന് എടുക്കാം? ആൽഫ ബിലോങ്സ് ടു സെറ്റ് 1 2 എക്സെട്ര എൻ ആവാം. അപ്പോൾ എന്തായി? G1 G2 എക്സെട്ര GN എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെസ് അതിൻ്റെ അകത്ത് വരും. ഇനി ആൽഫ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആണെങ്കിലോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അപ്പോൾ G1 G2 G3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് ഓപ്പൺ സെസ് ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി ആൽഫ ബിലോങ്സ് ടു ആർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിലോ ഓരോ റിയൽ നമ്പർ ആൽഫ കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ജി ആൽഫ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ഓപ്പൺ സെസ് വരും. അപ്പോൾ ആൽഫ ക്യാൻ ബി ഫ്രം എനി സെറ്റ്. എത്ര വലിയ കളക്ഷൻ ഓഫ് ഓപ്പൺ സെസുകൾ എടുത്താലും അതിൻ്റെയൊക്കെ യൂണിയൻ വീണ്ടും ഓപ്പൺ ആണെന്നാണ്. ഓക്കെ, ഈ റിസൾട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളിങ്ങനെ മെട്രിക് സ്പേസിൻ്റെ അകത്തെ ഓരോ റിസൾട്ടും പ്രൂവ് ചെയ്യുമ്പം നിങ്ങളിങ്ങനെ ഒരു ഓപ്പൺ സെറ്റ് എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒന്നുകിൽ ഓപ്പൺ ബോൾ അല്ലെങ്കിൽ ഓപ്പൺ സെറ്റൊക്കെ അതിങ്ങനെ തലയിൽ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോ. കാരണം അതിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലേൻ്റെ അകത്ത് ഒരു ടോപ്പോളജിൻ്റെ കുഞ്ഞ് ജനിച്ചു തുടങ്ങും. കുറച്ച് കഴിഞ്ഞിട്ട് അതിനൊന്ന് പ്രസവിക്കാനേ ഉണ്ടാവുള്ളൂ ടോപ്പോളജിയിലേക്ക് വരാൻ. അപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കണം. ഈ മെട്രിക് സ്പേസിൻ്റെ അകത്തുള്ള തിയറങ്ങളൊക്കെ പ്രൂവ് ചെയ്യുമ്പം ഇങ്ങനെ ഈ ഓപ്പൺ സെറ്റ് ഓപ്പൺ ബോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ റോൾ ഇങ്ങനെ മനസ്സിലാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിനൊന്നിങ്ങ് തിരിച്ചറിയലാണ് ഈ ടോപ്പോളജി കേട്ടോ. യെസ്, അപ്പോൾ ആ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾ ടോപ്പോളജി ഡിഫൈൻ ചെയ്യുമ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റിസൾട്ടാണിത്. ഓക്കെ, അതുകൊണ്ട് ആ അർത്ഥത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കിയതല്ല കേട്ടോ. നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ടോപ്പോളജി വളരെ സിമ്പിളായിട്ട് വരും. അതോ അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞിരുന്നത് ഞാൻ വിട്ടുപോയി. എന്തായാലും കളക്ഷൻ ഓഫ് ഓപ്പൺ സെസ് എടുത്തു, അതിൻ്റെ യൂണിയൻ ഓപ്പൺ ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഇത് പ്രൂഫ് സ്വന്തമായിട്ടൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കാരണം സിമ്പിൾ പ്രൂഫാണ്. അപ്പോൾ എനിക്ക് എന്താ വേണ്ടത്? ഇത് ഓപ്പൺ ആണെന്നാണ് പറയേണ്ടത്. ഈ സെറ്റ് ഈ യൂണിയൻ ഓപ്പൺ ആണ്. ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്? അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ ഓപ്പൺസിൻ്റെ ഡെഫിനിഷനൊക്കെ ക്ലിയർ ആവാത്ത ഒരു പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആക്കി വരും കേട്ടോ. അപ്പോൾ എനിക്കിത് ഓപ്പൺ ആണെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ്. അപ്പോൾ ഒരു പോയിൻറ്റ് ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആ പോയിൻറ്റിലുള്ള ഒരു ബോൾ ആ സെറ്റ് തന്നെ ഉണ്ടെന്ന് പറയണം. അതായത് ആ പോയിൻറ്റിൻ്റെ ഒരു നൈബർഹുഡ് ആ സെറ്റ് തന്നെ ഉണ്ടെന്ന് പറയണം. അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിൻ്റ് എടുക്കട്ടെ. ലെറ്റ് എക്സ് ബിലോങ്സ് ടു യൂണിയൻ ആൽഫ ജി ആൽഫ. ഇതിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഇതില്ല ഒരു ബോൾ ഇതിൻ്റെ അകത്ത് തന്നെ എടുത്ത് പറയണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഈ എക്സ് എവിടെ നിന്നാണ് എടുത്തത്? ഈ എടുത്ത കളക്ഷൻ ഓഫ് ജി ആൽഫകളുടെ യൂണിയൻ്റെ അകത്തു നിന്നാണ്. അപ്പോൾ യൂണിയൻ്റെ അകത്തുനിന്ന് ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സെറ്റിൽ വേണ്ടേ? ഒരൊറ്റ ജി ആൽഫാലും ഇല്ലാത്ത ഒരു പോയിൻ്റ് യൂണിയൻ്റെ അകത്ത് വരുമോ? ഇല്ലല്ലോ. യൂണിയൻ ഡെഫിനിഷൻ അതല്ലേ. ഓരോ സെറ്റിലുള്ള ആൾക്കാരെ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ടല്ലേ യൂണിയൻ വരിക. അപ്പോൾ എക്സ് ഈ യൂണിയൻ്റെ അകത്തുണ്ടെങ്കിൽ ഏതോ ഒരു ജി ആൽഫയിലുണ്ടാവും. ഞാൻ ആ പെർട്ടിക്കുലർ ജി ആൽഫനെങ്കിൽ പോക്കട്ടെ. implies x belongs to g alpha for some g alpha, for some alpha അല്ലേ. ഇത് നമുക്കറിയാം, നമ്മളെടുത്ത എല്ലാ ജി ആൽഫകളും ഓപ്പൺ ആണ് അല്ലേ. ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ എടുത്ത്. അപ്പോൾ ഈ ജി ആൽഫ എന്താണ്? ഓപ്പൺ ആണ്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ഈ പോയിൻ്റ് അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവണം ബൈ ഡെഫിനിഷൻ. ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് തന്നെ അർത്ഥം ഈ എക്സിൽ ഒരു ബോൾ ജി ആൽഫയിൽ വേണം. വിച്ച് ഇംപ്ലൈസ് ദർ എക്സിസ്റ്റ് എ ബി എക്സ് ആർ. ഒരു എക്സ് സെൻറ്റേർഡ് ആയിട്ടും ആർ റേഡിയസ് ഉള്ളൊരു ബോൾ ഉണ്ട് സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് ബി എക്സ് ആർ സബ്സെറ്റ് ജി ആൽഫ അല്ലേ. കാരണം എന്താ? ജി ആൽഫ ഈസ് ഓപ്പൺ. ജി ആൽഫ ഓപ്പൺ ആയതുകൊണ്ട് എക്സ് അതിൻ്റെ അകത്തുള്ള ഒരു പോയിൻ്റ് ആയതുകൊണ്ട് അതിലുള്ള ഒരു ബോൾ ജി ആൽഫയിൽ വേണം. ഇനി ഈ ബോൾ കംപ്ലീറ്റ് ഇപ്പോൾ എവിടെ ഉണ്ട്? ജി ആൽഫയിലുണ്ട്.
അങ്ങനെയാണെങ്കിൽ എല്ലാ ജി ആൽഫകളുടെയും യൂണിയൻ്റെ അകത്തും ആ ബോൾ വരില്ലേ അല്ലേ? അപ്പം എന്ത് കിട്ടി? വിച്ച് ഇംപ്ലൈസ് ബി എക്സ് ആർ സബ്സെറ്റ് യൂണിയൻ ആൽഫ ജി ആൽഫ അല്ലേ? ഈ ബോൾ ഏതോ ഒരു പെർട്ടിക്കുലർ ജി ആൽഫയിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ജി ആൽഫകളുടെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ ആ ബോൾ ഉണ്ടാവുമല്ലോ. ഞാൻ വെറുതെ പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്ത് കിട്ടി? ഞാൻ ഈ യൂണിയൻ്റെ അകത്തു നിന്ന് ഒരു പോയിൻ്റ് എടുത്തു. ആ പോയിൻറ്റിൻ്റെ ഒരു ബോൾ ആ യൂണിയൻ്റെ അകത്ത് ഉണ്ടെന്ന് കാണിച്ചു തന്നില്ലേ? അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്? അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. സോ ഇതിൻ്റെ അകത്തുള്ള ഏതൊരു പോയിൻറ്റും അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയതുകൊണ്ട് ദിസ് സെറ്റ് ഈസ് ഓപ്പൺ, റിസൾട്ട് ഈസ് പ്രൂവ്ഡ്. ഓക്കെ ഇനി അടുത്ത റിസൾട്ട് നമ്മൾ ഇവിടെ എന്താ എടുത്തത്? എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് എടുത്തു, എന്നിട്ട് അതിൻ്റെ യൂണിയൻ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അതേപോലെ എ കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കുക നിങ്ങൾ. വീണ്ടും ആർബിട്രറി കളക്ഷൻ, മേ ബി ഫൈനൈറ്റ്, കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ എന്തോ ആയിക്കോട്ടെ, എനി കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സുകൾ എടുക്കുക. അതിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതേപോലെ അതിൻ്റെ യൂണിയൻ ക്ലോസ്ഡ് അല്ല കേട്ടോ. അതിൻ്റെ കൗണ്ടർ എക്സാമ്പിളുകൾ ആലോചിച്ച് നോക്കുക. നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു എക്സസൈസ് ആയിട്ട് എന്തോ തരാം. ഇനിവേ ഈ റിസൾട്ട് ക്ലോസ്ഡ് സെറ്റിനും ട്രൂ അല്ല. അതിൻ്റെ യൂണിയൻ വീണ്ടും ക്ലോസ്ഡ് ആയിക്കോളുന്നില്ല, പക്ഷേ അതിൻ്റെ ഇൻ്റർസെക്ഷൻ വീണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഞാനത് പ്രൂവ് ചെയ്യട്ടെ. ഇതിൽ നിന്ന് ഡി മോർഗാൻസ് ലോ ഈ ഇൻഡെക്സ്ഡ് സെറ്റിൻ്റെ ഡി മോർഗാൻസ് ലോ ഒക്കെ ഞാൻ അനാലിസിസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി മോർഗാൻസ് ലോ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ നിന്ന് നേരെ ഇത് കിട്ടുക. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഈസ് ക്ലോസ്ഡ് എന്ന്. അതിൻ്റെ കൊറോളറി ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നൊരു സാധനമാണ് ഈ ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കോംപ്ലിമെൻറ്റ് ഓപ്പൺ. ഇത് ജസ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും അതൊന്ന് മെൻഷൻ ചെയ്യാം ഞാൻ. ഈ ഓപ്പൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് നമ്മൾ പ്രൂവ് ചെയ്താണ്. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കോംപ്ലിമെൻറ്റ് ഓപ്പൺ. ഇങ്ങനെ അത് ഇവിടെ ഉപയോഗിക്കേണ്ടിയിട്ട് ഞാനൊന്ന് പറയുകയാണേ. ഞാനൊന്ന് പ്രൂവ് ചെയ്യട്ടെ സാധനം. ഈ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം തന്നെയല്ലേ? ഈ കോംപ്ലിമെൻറ്റ് എഴുതി കൂടെ. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ട്രൂ. ഇനി ഇവിടെ നോക്കുക, നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് എന്താ? ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ സെറ്റ് ഓപ്പൺ ആണെന്നല്ലേ? ഇവിടുത്തെ ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഈ സെറ്റ് ഓപ്പൺ ആവണ്ടേ? ഇത് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. വിച്ച് ഇംപ്ലൈസ് ഈ കോംപ്ലിമെൻറ്റ് ഓപ്പൺ. ഇനി തിരിച്ച് ഈ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആകുമ്പം അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഈ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആകുമോ? ഇത് ഉപയോഗിച്ചാൽ ഈ റിസൾട്ട് ഉപയോഗിച്ചാൽ ഇത് നമ്മൾ പ്രൂവ് ചെയ്താണ്. ഒരു സെറ്റ് ഓപ്പൺ ആകുമ്പം അതിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആകും. അത് തന്നെയല്ലേ തിരിച്ചിങ്ങോട്ട് വരുമ്പം ഇത് ഓപ്പൺ ആണ്, അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആകും. അപ്പോൾ റിവേഴ്സ് ഇംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ റിസൾട്ടായില്ലേ ഈ ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. ഞാൻ ഈ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എഫ് ആൽഫ ക്ലോസ്ഡ് ആണെങ്കിൽ തൊട്ടുമ്പോൾ പറഞ്ഞു അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും അല്ലേ? അപ്പോൾ കളക്ഷൻ എഫ് ആൽഫ കോംപ്ലിമെൻറ്റ് ഈസ് ഓപ്പൺ അല്ലേ? ഓരോന്നും ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് റിസൾട്ട് എന്താ പറയുന്നത്? ഒരു കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് കിട്ടി, അതിൻ്റെ യൂണിയൻ ഓപ്പൺ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇട്ടില്ലേ? ഓരോ എഫ് ആൽഫ കോംപ്ലിമെൻറ്റും എന്താണ്? ഓപ്പൺ ആണ്. സോ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് നമുക്ക് കയ്യിലുണ്ട്. അതിൻ്റെ യൂണിയൻ ഇംപ്ലൈസ് അതിൻ്റെ യൂണിയൻ ഈസ് ഓപ്പൺ അല്ലേ? അതിൻ്റെ യൂണിയൻ ഓപ്പൺ ആണ്. ഇനി ഡി മോർഗാൻസ് ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? ഇതൊക്കെ ഞാൻ അവിടെ ഫസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എഫ് ആൽഫ ഹോൾ കോംപ്ലിമെൻറ്റ് എഴുതി കൂടെ? ഇതല്ല ഡി മോർഗാൻസ് ലോ. ഇനി നോക്കുക, ഈസ് ഓപ്പൺ. ഇനി ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്താവും? നമ്മൾ തൊട്ടുമ്പോൾ ഒബ്സർവ് ചെയ്ത പ്രകാരം ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെങ്കിൽ ഇതെന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കുന്നില്ല. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെങ്കിൽ പിന്നെ ഇതെന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് ഇൻ്റർസെക്ഷൻ ആൽഫ എഫ് ആൽഫ ഈസ് ക്ലോസ്ഡ്. റിസൾട്ട് പ്രൂവ് ചെയ്തു. പോസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ മനസ്സിലാക്കിയോണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി ഞാൻ രണ്ട് റിസൾട്ട് കൂടി പറയട്ടെ. ഓക്കെ,
നെക്സ്റ്റ് റിസൾട്ട് വീണ്ടും ഓപ്പൺ സെറ്റിലേക്ക് പോവുക. ഒരു കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് എടുത്താൽ അതിൻ്റെ യൂണിയൻ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആവുമോ? ഇതാ ചോദ്യം. ഇൻ ജനറൽ അത് ട്രൂ അല്ല. ഫോർ എക്സാമ്പിൾ ആർ വിത്ത് യൂഷ്വൽ മെട്രിക് എടുക്കുക. അതിനകത്തുള്ളൊരു കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് അവിടെ എടുത്തത് ഓപ്പൺ ഇൻ്റർവൽ -1/n 1/n, അതായത് ഓപ്പൺ -1 1, ഓപ്പൺ -1/2 1/2, ഓപ്പൺ -1/4 1/4, ഓപ്പൺ -3 1/3, അങ്ങനെ പോകുന്ന അങ്ങനെ ചെറുതായി വരുന്ന ആ കളക്ഷനിലെ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആവുമോ? നിങ്ങൾ ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ഇങ്ങനത്തെ എല്ലാ ഓപ്പൺ ഇൻ്റർവൽസിനോട് കോമൺ ആയിട്ട് വരുന്ന പോയിൻ്റ് അത് ഒരൊറ്റ പോയിൻ്റേ ഉണ്ടാവും, അത് 0 ആണ്. ഒന്നുകിൽ ജോമെട്രിക്കലി മനസ്സിലാക്കുക. ഇനി കൂടുതൽ റിഗ്രസ് ആക്കേണ്ടവർക്ക് അതിൻ്റെതായ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് 0 ആണ്. ക്ലിയർ അല്ലേ? ഇനി ഈ ഇൻ്റർസെക്ഷനായിട്ട് വന്ന സെറ്റ് 0 ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? ആർ വിത്ത് യൂഷ്വൽ മെട്രിക്കിൽ ഇത് ഓപ്പൺ അല്ല എന്ന് പറയാൻ പറ്റും. കാരണം എന്താ അറിയോ? ഇത് ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആവണം. ഈ സെറ്റിൻ്റെ അകത്തുള്ള ഒരു പോയിൻ്റേ ഉള്ളൂ 0, അത് ഇൻറ്റീരിയർ പോയിൻ്റ് ആണോ ചെക്ക് ചെയ്താൽ പോരെ. 0 ഇൻറ്റീരിയർ പോയിൻ്റ് ആണെങ്കിൽ 0ൻ്റെ ഒരു നൈബർഹുഡ് എങ്കിലും ഇതിൻ്റെ അകത്ത് വേണം, സെറ്റ് 0ൻ്റെ അകത്ത് വേണം അല്ലേ? 0ൻ്റെ ഒരു നൈബർഹുഡ് എടുത്തു കാരണത്ത് നിന്ന് 0ൻ്റെ ഒരു നൈബർഹുഡ് എടുക്കാറുമ്പോൾ എന്തായാലും ഒരു ഇൻ്റർവൽ എടുക്കണ്ടേ? ആ ഇൻ്റർവലിൻ്റെ അകത്ത് 0 അല്ലാത്ത വേറെ ഇഷ്ടം പോലെ റിയൽ നമ്പേഴ്സ് ഇല്ലേ? ആ റിയൽ നമ്പേഴ്സ് എല്ലാം കൂടി സെറ്റ് 0ൻ്റെ സബ്സെറ്റ് ആകുമോ? അതായത് ഈ ഇൻ്റർവൽ സെറ്റ് 0ൻ്റെ സബ്സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 0ക്ക് ഒരു നൈബർഹുഡും ഇല്ല, സച്ച് ദാറ്റ് ആ നൈബർഹുഡ് സബ്സെറ്റ് ഓഫ് സെറ്റ് 0. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് 0 എന്തല്ല, ഓപ്പൺ അല്ല. ഇത് ക്ലോസ്ഡാണ്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ടേക്ക് വേണമെന്നില്ല. നമുക്ക് എന്താ ചോദ്യം? ഒരു കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എപ്പോഴും ഓപ്പൺ ആകുമെന്നില്ല, എല്ലാം ഇവിടെ കണ്ടു. പക്ഷേ അതിൻ്റെ ഇവിടെ ഇപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് എത്താൻ പ്രശ്നമായത്. പക്ഷേ നിങ്ങൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് മാത്രമാണ് എടുക്കുന്നത് വിചാരിച്ചോ. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് G1 G2 എക്സെട്ര Gn എടുത്ത് വിചാരിക്കുക, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതാണ് റിസൾട്ട്. ഇൻഫിനിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി അല്ല. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ വിൽ ബി ഓൾവേസ് ഓപ്പൺ. അതാണ് നെക്സ്റ്റ് റിസൾട്ട്. ഇതിൻ്റെ പ്രൂഫ് ഞാൻ പെട്ടെന്ന് പറയാം. വീഡിയോ എനിക്ക് ഓൾറെഡി വളരെ ലെങ്തി ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി പോകട്ടോ. ഓക്കെ, അപ്പോൾ എനിക്കെന്താ വേണ്ടത്? G1 G2 എക്സെട്ര Gn ആർ ഓപ്പൺ എടുത്തിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആണെന്ന് പറയണം. അതല്ല വേണ്ടത്? ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഓപ്പൺ ആണെന്ന് പറയണം. ഇത് ഓപ്പൺ എന്ന് പറയുന്നതിലുള്ള കണ്ടീഷൻ എന്താ? അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്നാണ് അതിൻ്റെ. ഞാൻ അതിനകത്തൊരു പോയിൻ്റ് എടുക്കട്ടെ, x ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താ കണ്ടീഷൻ? ഇതിലുള്ള ഒരു ബോൾ ഞാൻ അവതരിപ്പിക്കണം. സർ ആ ബോൾ കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകത്ത് തന്നെ നടക്കണം അല്ലേ? അപ്പോൾ ആ ബോളിൻ്റെ റേഡിയസ് പറയുകയാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, എക്സ് ഈ ഇൻ്റർസെക്ഷനിലുണ്ടെങ്കിൽ എല്ലാ GIകളിലും ഉണ്ടാവണ്ടേ, നല്ല ഇൻ്റർസെക്ഷൻ വരുള്ളൂ. സോ എക്സ് G1ലുണ്ട്. G1ലുണ്ടെങ്കിൽ G1 ഓപ്പൺ അല്ലേ? അപ്പോൾ എക്സ് അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവണ്ടേ? അപ്പോൾ എക്സിലൊരു ബോൾ G1ലില്ലേ? ആ ബോളിൻ്റെ റേഡിയസിനെ ഞാൻ R1 എന്ന് വിളിക്കട്ടെ. ക്ലിയർ ആണല്ലോ? അങ്ങനത്തെ ഒരു ബോൾ ഉണ്ടാവും അതിൻ്റെ അകത്ത്. കാരണം G1 ഓപ്പൺ ആണ്, എക്സ് അതിൻ്റെ അകത്തുള്ളൊരു പോയിൻ്റാണ്. സോ ഓപ്പൺ ആയതുകൊണ്ട് എക്സ് അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവണം, അതിലുള്ളൊരു ബോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ആ ബോളിൻ്റെ റേഡിയസാണ് R1 എന്ന് വിളിച്ചത്. സിമിലർലി എക്സ് G2ലും ഇല്ലേ? G2 ഓപ്പൺ അല്ലേ? എക്സ് അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് അല്ലേ? അപ്പോൾ അതിലൊരു ബോൾ അതിൻ്റെ അകത്ത് വേണ്ടേ? ആ ബോളിൻ്റെ റേഡിയസിനെ R2 എന്ന് വിളിച്ചു. എക്സെട്ര Gnലും ഉണ്ടല്ലോ എക്സ്. അപ്പോൾ അത് എക്സിൻ്റെ ഒരു ബോൾ Gnൽ വേണ്ടേ? ആ ബോളിൻ്റെ റേഡിയസിനെ R എന്ന് വിളിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ മിനിമം എടുക്കുക. ഈ R1 R2 എക്സെട്ര Rnൻ്റെ മിനിമം എടുക്കുക. അതിനെ ഞാൻ R എന്ന് വിളിക്കട്ടെ. എന്നിട്ട് BXR എന്ന് പരിഗണിച്ച് നോക്ക്. അതായത് എക്സ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആ റേഡിയസ് ഉള്ള ബോൾ നോക്കുക. അതായത് BXR1 ഇപ്പോൾ എവിടെ ഉണ്ട്? G1ലുണ്ട്. അതായത് എക്സിൽ നിന്നും R1ൽ കുറഞ്ഞ അകലത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും എവിടെ ഉണ്ട്? G1ലുണ്ട്. നമ്മൾ R ഒന്നുകിൽ R1 അല്ലെങ്കിൽ അതിൽ കുറവ് വയ്ക്കുമല്ലോ. എക്സിൽ നിന്നും R1ൽ കുറഞ്ഞ അകലത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും G1ലുണ്ടെങ്കിൽ എക്സിൽ നിന്നും Rൽ കുറഞ്ഞ അകലത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും G1ൽ വേണ്ടേ? അതായത് BXR G1ൽ വേണ്ടേ? സിമിലർലി എക്സിൽ നിന്നും R2ൽ കുറഞ്ഞ അകലത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും ഇപ്പോൾ അവിടെ ഉണ്ട്? G2ലുണ്ട്. നമ്മൾ R ഒന്നുകിൽ R2 അല്ലെങ്കിൽ അതിൽ കുറവേ വരുള്ളൂ. അപ്പം എക്സിൽ നിന്നും Rൽ കുറഞ്ഞ അകലത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും അപ്പോൾ എവിടെ വരണം? G2ലും വരണം. അപ്പോൾ BXR അവിടെ ഉണ്ട്, G2ലുണ്ട്. സിമിലർലി നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം BXR Gnലുണ്ട് അല്ലേ? കാരണം എക്സിൽ നിന്നും
RNൽ കുറഞ്ഞ അകലത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും എവിടെ ഉണ്ട്? GNലുണ്ട് അല്ലേ? നമ്മൾ RNോ അല്ലെങ്കിൽ RNൽ കുറവോ വരുള്ളൂ. അപ്പം എക്സിൽ നിന്നും Rൽ കുറഞ്ഞ അകലത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും GNലും വരണം. സോ BXR GNൽ വരണം. അപ്പോൾ BXR ഈ ഓരോ ഓപ്പൺ സെറ്റിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ BXR അതിൻ്റെ ഇൻ്റർസെക്ഷനിലും വരണം. അപ്പോൾ ഞാൻ ഈ ഇൻ്റർസെക്ഷൻ്റെ അകത്ത് ഒരു പോയിൻ്റ് എടുത്തു, അതിന് ചുറ്റുമുള്ളൊരു ബോൾ ഞാൻ തന്നു, ആ ബോൾ ആ ഇൻ്റർസെക്ഷനിൽ വരണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പോയിൻ്റ് എടുത്താൽ അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ഞാൻ കാണിച്ചതുകൊണ്ട് ദിസ് സെറ്റ് ഈസ് ഓപ്പൺ. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് റിസൾട്ട്, ഇതിൻ്റെ ബോർഡിൻ്റെ സൈസ് കുറവായതുകൊണ്ടും വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും തോന്നിയതുകൊണ്ടും ഞാനിത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തരികയാണ്. റിസൾട്ട് ഇതാണ്. നിങ്ങളുടെ കയ്യിലൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ക്ലോസസ് എത്താൻ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിയനും ക്ലോസറാണ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഫൈനൈറ്റ് നമ്പർ ഓഫ് ക്ലോസസ് ആണെങ്കിൽ അതിൻ്റെ യൂണിയനും ക്ലോസറാണ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെ ഞങ്ങൾ വന്നിരുന്നത്? ഇത് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ ഡി മോർഗാൻസ് ലോ ഉപയോഗിച്ചില്ലേ? അതേപോലെ തന്നെ ഇവിടുന്ന് ഡി മോർഗാൻസ് ലോ ഉപയോഗിച്ച് ഞങ്ങൾ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായി ചെയ്യുക. പിന്നെ റിസൾട്ട് ഓർത്തേക്കും, ഇത് രണ്ടും ഒരുമിച്ച് ഓർത്ത്, ഓപ്പൺ സെറ്റിനെ കുറിച്ചുള്ള റിസൾട്ട് ഒരുമിച്ച് ഓർത്തിച്ചാൽ മതി. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ആർബിട്രറി കളക്ഷൻ, എനി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ ഓപ്പൺ ആയിരിക്കും. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആയിരിക്കും. പിന്നെ ക്ലോസറിൻ്റെ വേറെയും ഒരുമിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൺഫ്യൂഷനാക്കില്ല. ഡെഫിനിഷനൊക്കെ ഇത് നിങ്ങളെ ഈ ബൈഹാർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ഓപ്പൺ സെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്ലോസറ്റിൻ്റെ റിസൾട്ട്. ഓപ്പൺ സെറ്റിൻ്റെ യൂണിയൻ ആർബിട്രറി യൂണിയൻ ഓപ്പൺ ആയപ്പം ക്ലോസസിൻ്റെ ആർബിട്രറി ഇൻ്റർസെക്ഷനാണ് ക്ലോസ്ഡ് ആയത് അല്ലേ? അതുപോലെ തന്നെ ഓപ്പൺ സെറ്റിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓപ്പൺ ആയപ്പം ക്ലോസസിൻ്റെ ഫൈനൈറ്റ് യൂണിയനാണ് ക്ലോസ്ഡ് ആയത്. ആ ബന്ധമൊക്കെ ഓർത്ത് വയ്ക്കുക.